5:24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയിൽ നിന്നും കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സർവീസിൽ മുഴുകിയിരിക്കൂ. ഏത് കുട്ടികൾ സർവ്വതും ത്യാഗം ചെയ്ത് ബാബയുടെ സർവീസിലിരിക്കുന്നു, അവർ തന്നെയാണ് പ്രിയമായി തോന്നുന്നത്, ഹൃദയത്തിൽ കയറുന്നത്. ചോദ്യം: കുട്ടികൾക്ക് സ്ഥായിയായ സന്തോഷം എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? മുഖ്യമായ കാരണം എന്താണ്? ഉത്തരം: ഓർമ്മയുടെ സമയത്ത് ബുദ്ധി അലയുന്നു. സ്ഥിരബുദ്ധി ഇല്ലാത്തത് കാരണം സന്തോഷം നിലനിൽക്കുന്നില്ല. മായയുടെ കൊടുങ്കാറ്റ് ദീപങ്ങളെ വിഷമിപ്പിക്കുന്നു. കർമ്മം അകർമ്മമാകാത്തതുവരെയും സന്തോഷം സ്ഥായിയായി നിലനിൽക്കുക സാധ്യമല്ല. അതിനാൽ കുട്ടികൾ ഈ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ഓം ശാന്തി. ഓം ശാന്തി എന്ന് പറയുമ്പോൾ വളരെ ഉത്സാഹത്തോടെ പറയുന്നു, ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. അർത്ഥം എത്ര സഹജമാണ്. ബാബയും പറയും ഓം ശാന്തി, ദാദായും പറയും ഓം ശാന്തി. ആ ഒന്ന് പറയുന്നു, ഞാൻ പരമാത്മാവാകുന്നു. ഇദ്ദേഹം പറയുന്നു, ഞാൻ ആത്മാവാകുന്നു. നിങ്ങളേവരും നക്ഷത്രങ്ങളാണ്. എല്ലാ നക്ഷത്രങ്ങളുടെയും പിതാവ് വേണമല്ലോ. സൂര്യനും ചന്ദ്രനും ലക്കി നക്ഷത്രങ്ങളും പാടപ്പെട്ടിട്ടുണ്ട്. കുട്ടികളായ നിങ്ങൾ മോസ്റ്റ് ലക്കി നക്ഷത്രങ്ങളാണ്. അതിലും നമ്പർ വൈസാണ്. രാത്രിയിൽ ചന്ദ്രൻ വരുന്നു. പിന്നെ നക്ഷത്രങ്ങളിൽ ചിലത് ഡിമ്മായിരിക്കും, ചിലത് വളരെ പ്രകാശമുള്ളതായിരിക്കും, ചിലത് ചന്ദ്രന് മുന്നിലായിരിക്കും. നക്ഷത്രങ്ങളാണല്ലോ. നിങ്ങളും ജ്ഞാന നക്ഷത്രങ്ങളാണ്. ഭൃഗുടിയുടെ മധ്യത്തിൽ വണ്ടർഫുൾ നക്ഷത്രം തിളങ്ങുന്നു. ബാബു പറയുന്നു, ഈ നക്ഷത്രങ്ങൾ അഥവാ ആത്മാക്കൾ വളരെ വണ്ടർഫുള്ളാണ്. ഒന്നാമതായി ഇത്രയും ചെറിയ ബിന്ദുവാണ്. അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നത്. ഇത് വലിയ വണ്ടറാണ്. കുട്ടികളായ നിങ്ങളും നമ്പർ വൈസാണ്. ചിലർ ഒരു രീതിയിൽ, ചിലർ മറ്റൊരു രീതിയിൽ. ഏത് നക്ഷത്രമാണോ നന്നായി തിളങ്ങുന്നത്, ആരാണോ വളരെയധികം സർവീസ് ചെയ്യുന്നത്, ബാബ അവരെ ഇരുന്ന് ഓർമ്മിക്കുന്നു. അവർക്ക് കറണ്ട് ലഭിക്കുന്നു. നിങ്ങളുടെ ബാറ്ററി നിറയുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നതിനായി സെർച്ച് ലൈറ്റ് ലഭിക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ബാബ പറയുന്നു, ആരാണോ എൻ്റെ കാര്യാർത്ഥം എല്ലാം ത്യാഗം ചെയ്ത് സർവീസിൽ മുഴുകിയിരിക്കുന്നത്, അവർ വളരെ പ്രിയമായി തോന്നുന്നു, ഹൃദയത്തിലും കയറുന്നു. ബാബ ഹൃദയം കവരുന്നവനാണല്ലോ. ദിൽവാല ക്ഷേത്രവുമുണ്ടല്ലോ. ഇപ്പോൾ ദിൽവാല ക്ഷേത്രമാണോ, ഹൃദയം കവരുന്നവൻ്റെ ക്ഷേത്രമാണോ? ആരുടെ ഹൃദയം കവരുന്നവനാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പ്രജാപിത ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അദ്ദേഹത്തിൽ ശിവ് ബാബയുടെ പ്രവേശനമുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നുമുണ്ട്, മുകളിൽ സ്വർഗത്തിൻ്റെ സ്ഥാപനയുമുണ്ട്. താഴെ കുട്ടികൾ തപസ്യയിൽ ഇരിക്കുകയാണ്. ഇത് ചെറിയ മോഡൽ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ നന്നായി സർവീസ് ചെയ്യുന്നു. വളരെയധികം സഹായിയാണ്. മഹാരഥിയും കുതിരസവാരിയും കാലാളുമുണ്ടല്ലോ. ഈ ക്ഷേത്രമാകുന്ന സ്മാരകം വളരെ നന്നായി ആക്യുറേറ്റായി ഉണ്ടാക്കപ്പെട്ടതാണ്. നിങ്ങൾ പറയും, ഇത് നമ്മുടെ തന്നെ സ്മാരകമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രകാശം ലഭിച്ചു. മറ്റാർക്കും ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രമില്ല. ഭക്തിമാർഗത്തിലാണെങ്കിൽ മനുഷ്യരെ എന്ത് കേൾപ്പിക്കുന്നുവോ അത് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ അസത്യമാണ്. അതിനെ സത്യമായി വിചാരിക്കുന്നു. ഇപ്പോൾ ബാബ ട്രൂത്താണ്. ആ ഒന്നിരുന്ന് നിങ്ങളെ ട്രൂത്ത് കേൾപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാബ യാതൊരു പ്രയത്നവും ചെയ്യിക്കുന്നില്ല. മുഴുവൻ വൃക്ഷത്തിൻ്റെ രഹസ്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഇരുന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെയധികം സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ സമയമെടുക്കുന്നത് എന്തുകൊണ്ട്? നോളജ് അഥവാ സമ്പത്ത് നേടുന്നതിന് സമയമെടുക്കുന്നില്ല.
സമയമെടുക്കുന്നത് പവിത്രമാകുന്നതിലാണ്. മുഖ്യമായ കാര്യം ഓർമ്മയുടെ യാത്രയാണ്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഇവിടെ അറ്റൻഷൻ കൂടുതൽ ഉണ്ടാകുന്നത് ഓർമ്മയുടെ യാത്രയിലാണ്. വീട്ടിൽ പോകുമ്പോൾ ഇത്രയും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ എല്ലാവരും നമ്പർ വൈസാണ്. ചിലരാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കും. നമ്മൾ കുട്ടികളാണ്, ആ ഒന്ന് പിതാവാണ്. പരിധിയില്ലാത്ത പിതാവും നമ്മൾ കുട്ടികളും ഇരിക്കുകയാണ്. കുട്ടികളായി നിങ്ങൾക്കറിയാം, ബാബ ഈ ശരീരത്തിൽ വന്നിരിക്കുന്നു, ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു, സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കേണ്ടതാണ്. മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ബുദ്ധി പോകുവാൻ പാടില്ല. സന്ദേശിക്ക് പൂർണ്ണമായ റിട്ടേൺ നൽകാൻ സാധിക്കും. ആരുടെ ബുദ്ധിയാണ് പുറത്ത് അലയുന്നത്, ആരെന്തു ചെയ്യുന്നു, ആര് ഉറക്കം തൂങ്ങുന്നു, എല്ലാം പറയുവാൻ സാധിക്കും. ഏത് നക്ഷത്രങ്ങൾ നല്ല സർവീസബിളാണോ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയോടുള്ള സ്നേഹമുണ്ടല്ലോ, സ്ഥാപനയിൽ സഹായിക്കുന്നു. കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അനേകം തവണ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രാമയുടെ ചക്രം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ചിന്തയുടെ ഒരു കാര്യവുമില്ല. ബാബയുടെ കൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ കൂട്ടുകെട്ടിൻ്റെ നിറം പതിയുന്നു, അതായത് പ്രഭാവമുണ്ടാകുന്നു. ആകുലത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബ കുട്ടികൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ രാജധാനി കൊണ്ടുവന്നിരിക്കുകയാണ്. കേവലം പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനായി ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ സ്വീറ്റ് ഹോമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ ഭക്തി മാർഗത്തിൽ തലയിട്ടടിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സ്വദർശന ചക്രവും തിരിച്ചുകൊണ്ടിരിക്കൂ. അൽഫും ബേയും ബാബയെ ഓർമ്മിക്കൂ. 84ൻ്റെ ചക്രം തിരിക്കൂ. ആത്മാവിന് 84ൻ്റെ ചക്രത്തിൻ്റെ ജ്ഞാനമുണ്ടായി. രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും ആരും അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നുണ്ട്. അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ബുദ്ധിയിൽ ഇത് വയ്ക്കൂ. ഇപ്പോൾ നമ്മൾ 84ൻ്റെ ചക്രം പൂർത്തിയാക്കി. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ ഇപ്പോൾ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. എങ്കിൽ നിങ്ങൾ ചക്രവർത്തിയാകും. ഇത് സഹജമാണല്ലോ. എന്നാൽ മായ നിങ്ങളെ മറപ്പിക്കുന്നു. മായയുടെ കൊടുങ്കാറ്റുണ്ടല്ലോ, അത് ദീപങ്ങളെ വിഷമിപ്പിക്കുന്നു. മായ വളരെ ബലവാനാണ്. ഇത്രയും ശക്തിയുണ്ട്. അത് കുട്ടികളെ മറപ്പിക്കുന്നു. ആ സന്തോഷം സ്ഥായിയായി നിലനിൽക്കുന്നില്ല. നിങ്ങൾ ബാബയെ ഓർമ്മിക്കാനിരിക്കുന്നു. ഇരിക്കവേ ബുദ്ധി മറ്റു ഭാഗത്തേക്ക് പോകുന്നു. ഇതെല്ലാം ഗുപ്തമായ കാര്യങ്ങളാണ്. എത്ര തന്നെ ശ്രമിച്ചാലും ഓർമ്മിക്കാൻ സാധിക്കില്ല. പിന്നെ ചിലരുടെ ബുദ്ധി അലഞ്ഞലഞ്ഞ് സ്ഥിരമാകുന്നു. ചിലർ പെട്ടെന്ന് തന്നെ സ്ഥിരമാകുന്നു. ചിലരുടെ കാര്യത്തിൽ എത്ര തന്നെ തലയിട്ടടിച്ചാലും ബുദ്ധി നിലനിൽക്കുന്നില്ല. ഇതിനെ മായയുടെ യുദ്ധം എന്ന് പറയുന്നു. കർമ്മത്തെ അകർമ്മം ആക്കുന്നതിനായി എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു. അവിടെയാണെങ്കിൽ രാവണ രാജ്യമേ ഇല്ല. അപ്പോൾ കർമ്മം വികർമ്മവുമാകുന്നില്ല. തലകീഴായ കർമ്മം ചെയ്യിക്കാൻ തക്കവണ്ണം മായ ഉണ്ടായിരിക്കുന്നതേയില്ല. രാവണൻ്റെയും രാമൻ്റെയും കളിയാണ്. പകുതി കൽപ്പമാണ് രാമരാജ്യം, പകുതി കൽപ്പമാണ് രാവണരാജ്യം. പകലും രാത്രിയും. സംഗമയുഗത്തിൽ കേവലം ബ്രാഹ്മണർ മാത്രമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ മനസ്സിലാക്കുന്നു. രാത്രി പൂർത്തിയായി പകൽ ആരംഭിക്കേണ്ടതുണ്ട്. അത് ശൂദ്രവർണ്ണത്തിലുള്ളവർ മനസ്സിലാക്കുന്നില്ല. മനുഷ്യരാണെങ്കിൽ വളരെയധികം ശബ്ദത്തോടെ ഭക്തിയുടെയും മറ്റും ഗീതം പാടുന്നു. നിങ്ങൾക്ക് പോകേണ്ടത് ശബ്ദത്തിനുപരിയാണ്. നിങ്ങളാണെങ്കിൽ തൻ്റെ പിതാവിൻ്റെ തന്നെ ഓർമ്മയിൽ ലഹരി പിടിച്ചിരിക്കുന്നു. ആത്മാവിന് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. ആത്മാവ് മനസ്സിലാക്കുന്നു, ഇപ്പോൾ പിതാവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഭക്തിമാർഗത്തിൽ ശിവ് ബാബ ശിവ് ബാബ എന്ന് പറഞ്ഞു വന്നു. ശിവന്റെ ക്ഷേത്രത്തിൽ ശിവനെ ബാബ എന്ന് തീർച്ചയായും പറയുന്നു. ജ്ഞാനം ഒന്നും തന്നെയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു.
അത് ശിവ് ബാബയാണ്. ആ ഒന്നിൻ്റെ ചിത്രമാണിത്. അവരാണെങ്കിൽ ലിംഗമായാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ജ്ഞാനം ലഭിച്ചു. അവർ ലിംഗത്തിൻ്റെ മേൽ അഭിഷേകം ചെയ്യുന്നു. ഇപ്പോൾ ബാബയാണെങ്കിൽ നിരാകാരമാണ്. നിരാകാരൻ്റെ മേൽ അഭിഷേകം ചെയ്താൽ ആ ഒന്ന് എന്തു ചെയ്യും? സാകാരം ആയിരുന്നുവെങ്കിൽ സ്വീകരിച്ചേനെ. നിരാകാരനിൽ പാലും മറ്റും അഭിഷേകം ചെയ്താൽ ആ ഒന്ന് എന്തു ചെയ്യുവാനാണ്? ബാബ പറയുന്നു, പാലും മറ്റും അഭിഷേകം ചെയ്യുന്നു. അത് നിങ്ങൾ തന്നെയാണ് കുടിക്കുന്നത്. ഭോഗം മറ്റും നിങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഞാൻ മുന്നിലുണ്ടല്ലോ. മുൻപ് ഇൻഡയറക്റ്റായി ചെയ്തിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഡയറക്റ്റാണ്. താഴെ വന്ന് പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. സെർച്ച് ലൈറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, മധുബനിൽ തീർച്ചയായും ബാബയുടെ അടുക്കൽ വരണം. അവിടെ നമ്മുടെ ബാറ്ററി നന്നായി ചാർജ് ആകുന്നു. വീട്ടിലാണെങ്കിൽ തൊഴിൽ കാര്യങ്ങളിലും മറ്റും അശാന്തി തന്നെ അശാന്തി ബാധിച്ചിരിക്കുന്നു. ഈ സമയത്ത് മുഴുവൻ വിശ്വത്തിലും അശാന്തിയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ശാന്തി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു യോഗബലത്തിലൂടെ. പിന്നെ രാജപദം ലഭിക്കുന്നത് പഠനത്തിലൂടെയാണ്. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾ ഇത് കേട്ടിരുന്നു, ഇപ്പോഴും കേൾക്കുന്നു. എന്തെല്ലാം ആക്ട് നടക്കുന്നോ വീണ്ടും ഉണ്ടാകും. ബാബ പറയുന്നു, എത്ര കുട്ടികൾ ആശ്ചര്യപൂർവം ഓടിപ്പോയി. പ്രിയതമനായ എന്നെ ഇത്രയും ഓർമ്മിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കളയുന്നു. മായ എത്ര അടിക്കുന്നു. ബാബ അനുഭവിയാണല്ലോ. ബാബയ്ക്ക് തൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും ഓർമ്മയുണ്ട്. ശിരസിൽ തൊപ്പിവെച്ച് നഗ്നപാതനായി ഓടുമായിരുന്നു. മുസൽമാന്മാരും വളരെയധികം സ്നേഹിച്ചിരുന്നു, വളരെയധികം സൽക്കരിച്ചിരുന്നു. മാസ്റ്ററിൻ്റെ കുട്ടി വന്നിരിക്കുകയാണ്, ഗുരുവിൻ്റെ കുട്ടി വന്നിരിക്കുന്നു എന്നതുപോലെ മില്ലറ്റ്സിൻ്റെ ചപ്പാത്തി കഴിപ്പിക്കുമായിരുന്നു. ഇവിടെയാണെങ്കിൽ ബാബ 15 ദിവസത്തെ പ്രോഗ്രാം നൽകിയിരുന്നു. ചപ്പാത്തിയും മോരും കഴിക്കുന്നതിൻ്റെ മറ്റൊന്നും തയ്യാറാക്കിയിരുന്നില്ല. ലോകബാധിതർ തുടങ്ങി എല്ലാവർക്കും വേണ്ടി ഇത് തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടിരുന്നത്. ആർക്കും ഒന്നും സംഭവിച്ചില്ല. രോഗബാധിതരായ കുട്ടികൾ കൂടുതൽ ആരോഗ്യവാനായി. ഇത് ഉണ്ടായിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് വേണം എന്ന ആസക്തി മാറിയതായി കാണപ്പെട്ടിരുന്നു. ഇത് വേണം എന്നെല്ലാം ആഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ അത് തൂപ്പുകാർ, ശുചിയാക്കുന്നവർ എന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, യാചിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ബാബയ്ക്ക് തന്നെയാണ് അറിയാവുന്നത് കുട്ടികൾക്ക് എന്ത് നൽകണമെന്ന്. എന്തെല്ലാം നൽകേണ്ടതുണ്ടോ അത് സ്വയമേ നൽകും. ഇതെല്ലാം ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബ ചോദിച്ചിരുന്നു, ബാബയെ ആരാണോ പിതാവായി മനസ്സിലാക്കുന്നത്, കുട്ടിയായി മനസ്സിലാക്കുന്നത്, അവർ കൈ ഉയർത്തു. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തി. കൈ പെട്ടെന്ന് ഉയർത്തുന്നു. ഏതുപോലെ ആര് ലക്ഷ്മി നാരായണനാകും എന്ന് ബാബ ചോദിക്കുമ്പോൾ ഉടൻ കൈ ഉയർത്തും. ഇത് പാരലൗകിക കുട്ടിയുമാണ് എന്നത് തീർച്ചയായും ആഡ് ചെയ്യുന്നു. ഈ ഒന്ന് മാതാപിതാവിൻ്റെ വളരെയധികം സേവനം ചെയ്യുന്നു. 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നൽകുന്നു. പിതാവ് എപ്പോഴാണോ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത്, അപ്പോൾ കുട്ടികളുടെ കടമയാണ് പിതാവിനെ സംരക്ഷിക്കുക എന്നത്. അദ്ദേഹം സന്യാസിയായി മാറുന്നത് പോലെയാണ്. ഏതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലൗകിക പിതാവ് വാനപ്രസ്ഥ അവസ്ഥയിലായപ്പോൾ പറഞ്ഞു, ഞാൻ പോയി ബനാറസിൽ സത്സംഗം ചെയ്യും, എന്നെ അവിടെ കൊണ്ടുപോകൂ. ഹിസ്റ്ററി കേൾപ്പിക്കണം. നിങ്ങൾ ബ്രാഹ്മണർ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരാണ്. പ്രജാപിത ബ്രഹ്മാവാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. മനുഷ്യ സൃഷ്ടിയുടെ ആദ്യത്തെ ഇലയാണ്. ഇദ്ദേഹത്തെ ജ്ഞാനസാഗരം എന്ന് പറയില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കർ ജ്ഞാനത്തിൻ്റെ സാഗരമല്ല. ശിവബാബ പരിധിയില്ലാത്ത പിതാവാണ്. അപ്പോൾ ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കേണ്ടതാണല്ലോ. ആ നിരാകാരനായ പരംപിതാ പരമാത്മാവ് എപ്പോൾ എങ്ങനെ വന്നു, ആ ഒന്നിൻ്റെ ജയന്തി ആഘോഷിക്കുന്നു. ഇത് ആർക്കും അറിയില്ല.
ഈ ഒന്ന് ഗർഭത്തിൽ വരുന്നില്ല. മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വാനപ്രസ്ഥ അവസ്ഥയിൽ മനുഷ്യർ എപ്പോഴാണോ സന്യസിക്കുന്നത് അപ്പോൾ അവരുടെ വാനപ്രസ്ഥ അവസ്ഥ എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ നിങ്ങളോട് പറയുന്നു, കുട്ടികളെ, നിങ്ങൾ മുഴുവൻ 84 ജന്മങ്ങളും എടുത്തു. ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. കണക്ക് അറിയുന്നുണ്ടല്ലോ. ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. എവിടെയാണ് വന്ന് ഇരിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെയിരിക്കുന്നുവോ അതിൻ്റെ സമീപം വന്ന് ഇരിക്കുന്നു. ഏതുപോലെ ഗുരുക്കന്മാർ തൻ്റെ ശിഷ്യനെ സമീപത്ത് ഗദ്ദിയിൽ ഇരുത്തുന്നു. ഇദ്ദേഹത്തിൻ്റെയും സ്ഥാനം ഇവിടെയാണ്, എൻ്റേതും ഇവിടെയാണ്. പറയുന്നു, ഹേ ആത്മാക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ പാപം വിനാശമാകും. മനുഷ്യനിൽ നിന്നും ദേവത ആകേണ്ടതുണ്ടല്ലോ. ഇത് രാജയോഗമാണ്. പുതിയ ലോകത്തിനു വേണ്ടി തീർച്ചയായും രാജയോഗം ആവശ്യമാണ്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നതിനു വേണ്ടി. ഗുരുക്കന്മാർ അനേകമുണ്ട്, സദ്ഗുരു ഒന്നേ ഉള്ളൂ. ആ ഒന്ന് സത്യമാണ്, ബാക്കിയെല്ലാം അസത്യമാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഒന്നാണ് രുദ്രമാല, മറ്റൊന്നാണ് വൈജയന്തിമാല വിഷ്ണുവിൻ്റേത്. അതിനുവേണ്ടി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ മാലയിലെ മുത്താകും. ആ മാല നിങ്ങൾ ഭക്തിമാർഗത്തിൽ സ്മരിക്കുന്നു. പക്ഷേ ഈ മാല ആരുടേതാണ്? മുകളിലെ പുഷ്പം ആരാണ്? പിന്നെ മേരു എന്താണ്? മുത്തുകൾ ആരാണ് എന്നത് അറിയുന്നില്ല. ആരുടെ മാലയാണ് തിരിക്കുന്നത്? ഒന്നും മനസ്സിലാക്കുന്നില്ല. വെറുതെ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് മാല തിരിച്ചുകൊണ്ടിരിക്കുന്നു. രാമ രാമ എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കുന്നു, എല്ലാം രാമൻ തന്നെ രാമനാണ്, സർവവ്യാപിയാണ് എന്ന കാര്യത്തിൻ്റെ അന്ധകാരം ഇതിലൂടെയാണ് വന്നത്. മാലയുടെ അർത്ഥമേ അറിയുന്നില്ല. ചിലർ പറയുന്നു, 100ൻ്റെ മാല തിരിക്കൂ, ഇത്ര എണ്ണത്തിൻ്റെ മാല തിരിക്കൂ എന്നെല്ലാം. ബാബ അനുഭവിയാണല്ലോ. 12 ഗുരുക്കന്മാരെ സ്വീകരിച്ചു. 12 പേരുടെ അനുഭവം നേടി. ഇങ്ങനെയും ധാരാളം പേരുണ്ട്. സ്വന്തം ഗുരു ഉണ്ടായിരുന്നിട്ടും വീണ്ടും മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നു, എന്തെങ്കിലും അനുഭവം ലഭിക്കുന്നതിനായി. മാലയും മറ്റും തിരിക്കുന്നു. തീർത്തും അന്ധവിശ്വാസമാണ്. മാല പൂർത്തിയാക്കിയ ശേഷം പുഷ്പത്തെ വണങ്ങുന്നു. ശിവ് ബാബ പുഷ്പമാണല്ലോ. മാലയിലെ മുത്തുകൾ അനന്യ കുട്ടികളായ നിങ്ങളാകുന്നു. നിങ്ങളുടെ സ്മരണ പിന്നെ നടക്കുന്നു. അവർക്ക് ഒന്നും തന്നെ അറിയില്ല. അവരാകട്ടെ ചിലർ രാമ എന്ന് പറയുന്നു, ചിലർ ശ്രീകൃഷ്ണനെ ഓർമ്മിക്കുന്നു. അർത്ഥം ഒന്നും തന്നെയില്ല. ശ്രീകൃഷ്ണ ശരണം എന്ന് പറയുന്നു. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ സത്യയുഗത്തിലെ പ്രിൻസ് ആയിരുന്നു. കൃഷ്ണൻ്റെ ശരണം എങ്ങനെ എടുക്കും? ശരണം എടുക്കുന്നത് ബാബയുടേതാണ്. നിങ്ങൾ തന്നെയാണ് പൂജ്യനും പിന്നെ പൂജാരിയുമാകുന്നത്. 84 ജന്മങ്ങളെടുത്ത് പതീതമായിരിക്കുന്നു. അപ്പോൾ ശിവ് ബാബയോട് പറയുന്നു, ഹേ പുഷ്പമേ, നമ്മളെയും തനിക്ക് സമാനമാക്കൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു പ്രകാരത്തിലുമുള്ള ആഗ്രഹം വയ്ക്കരുത്. ആസക്തി ഇല്ലാതാക്കണം. ബാബ എന്താണോ കഴിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള ഡയറക്ഷനാണ്. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ബാബയുടെ സെർച്ച് ലൈറ്റ് നേടുന്നതിനായി ഒരു ബാബയോട് സത്യമായ സ്നേഹം വയ്ക്കണം. ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ കുട്ടികളാണ്. ആ ഒന്ന് പിതാവാണ്. ആ ഒന്നിൻ്റെ സെർച്ച് ലൈറ്റിലൂടെ നമുക്ക് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകണം. വരദാനം: ദയയുടെ ഭാവനയിലൂടെ നിമിത്ത ഭാവത്തോടെ സേവനം ചെയ്യുന്ന സർവമോഹമുക്തരായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് എല്ലാ ആത്മാക്കളും ക്ഷീണിതരായി നിരാശമായി മേഴ്സി യാചിക്കുന്നു.
അപ്പോൾ ദാതാവിൻ്റെ കുട്ടികളായ താങ്കൾ തൻ്റെ സഹോദരി സഹോദരന്മാരിൽ ദയാഹൃദയരാകൂ. ആര് എത്ര തന്നെ മോശമായിക്കൊള്ളട്ടെ, അവരെ പ്രതിയും ദയയുടെ ഭാവനയുണ്ടാകണം. അപ്പോൾ ഒരിക്കലും വെറുപ്പിൻ്റെയോ ഈർഷ്യയുടെയോ ക്രോധത്തിൻ്റെയോ ഭാവന വരികയില്ല. ദയയുടെ ഭാവന സഹജമായി നിമിത്തഭാവം എമർജാക്കുന്നു. മോഹം കാരണമുള്ള ദയവല്ല, എന്നാൽ സത്യമായ ദയ മോഹമുക്തം ആക്കി മാറ്റുന്നു. കാരണം അവരിൽ ദേഹബോധം ഉണ്ടായിരിക്കുന്നില്ല. സ്ലോഗൻ: മറ്റുള്ളവർക്ക് സഹയോഗം നൽകുന്നത് തന്നെയാണ് സ്വയം തൻ്റെ കണക്ക് ശേഖരിക്കുക എന്നത്. ഓം ശാന്തി. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ
പ്രസന്ന ചിത്തരായി മാറുന്നു.